രാത്രി ലൈവില് സാബുവിന്റെ ഒപ്പം ഇരുന്ന് ജിൻഡോയും സിജോയും ജാസ്മിനും സായിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സായിയുടെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സായി പറയുന്നത്, എന്റെ ഗെയിം ഇവിടെ വന്ന സമയത്ത് എനിക്ക് സായി ആയിട്ട് നിൽക്കാനാണ് തോന്നിയത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും കാലം സായി അല്ലാതെ ജീവിച്ചു. 2 വർഷത്തോളം ഞാൻ സായി അല്ലാതെയാണ് ജീവിച്ചത്. സായി കൃഷ്ണയെ തിരിച്ചു കിട്ടിയത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടരുന്നത് എന്നാണ് സായി പറയുന്നത്. എനിക്കിനി ഇവിടെ നിന്നാലും പോയാലും പ്രശ്നമില്ല. എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു കിട്ടി എന്നുള്ള ഒരു അഭിപ്രായമാണ് സായിക്ക് അവിടെയുള്ളത്. ഇനി ഞാൻ കളിക്കുന്നുണ്ടെങ്കിലും അത് സായി കൃഷ്ണയായിട്ടേ കളിക്കൂ എന്നാണ് അവിടെ നിന്ന് സായി പറയുന്നത്. എന്നിട്ട് സായി അവിടെ ഇരുന്നുകൊണ്ട് അവിടെ നമ്മുടെ ജാസ്മിൻ നന്നായിട്ടൊന്ന് ട്രോളുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഒരു വാഴത്തോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വാഴത്തോപ്പ് ഇപ്പൊ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട് സാബു. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, വാഴത്തോപ്പൊന്നും ഇവിടെ ഇല്ലാണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് അവിടെ സാബുമൻ പറഞ്ഞു, ഒരു വാഴയെ ഇല്ലാണ്ടായിട്ടുള്ളൂ എന്ന്. അപ്പൊ അവിടെ പറയുന്നുണ്ടായിരുന്നു സായി, വാഴ എന്ന് ഞാൻ അവനെ പറയില്ല, നല്ലൊരു ഗെയിമർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വാഴ എന്ന് അവനെ പറയില്ല. ഈ വീട്ടിലെ ബെസ്റ്റ് ഗെയിമർ ആയിരുന്നു. അതിന് മുൻപ് പോവേണ്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ പോവേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ വാഴത്തോപ്പിൽ ഒരു മരം പോയി എന്ന് പറയാലേ എന്ന് പറഞ്ഞു. അപ്പൊ സൗമ്യൻ പറയുന്നുണ്ടായിരുന്നു, അയ്യോ വാഴനെ എങ്ങനെ മരന്ന് വിളിക്കും, അതും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അവിടെ ഗബ്രിയെ കളിയാക്കി ചിരിച്ചതല്ല, വാഴത്തോപ്പിനെ കളിയാക്കി ജാസ്മിനെ കളിയാക്കി ചിരിച്ചതാണ്. ജാസ്മിൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സാബുവിന്റെ അടുത്ത് ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, എനിക്ക് ചോദിക്കാനുണ്ട്, പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ല, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു മറിച്ചൊക്കെ കുറച്ച് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ബാറ്ററി വന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് പോയി അവിടെ നിന്ന്. ആ സമയത്ത് ജാസ്മിൻ അവിടെ സാബുമോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗബ്രി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സാബു ചോദിച്ചു തിരിച്ച്, അല്ല നിങ്ങളല്ലേ പറഞ്ഞ ഗബ്രി പോയി എന്ന്, പിന്നെ എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. സത്യത്തിൽ ജാസ്മിന് പിന്നെ തിരിച്ചൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ജാസ്മിൻ ആകെ നിശബ്ദയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സാബുമോന്റെ അടുത്താണോ ജാസ്മിന്റെ കളി?